Hello students, welcome back to our channel. നമ്മൾ ഇന്ന് CBSE 8th ക്ലാസ്സിലെ മെൻസുറേഷൻ മാത്തമാറ്റിക്സ് മെൻസുറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ഫോർമുലാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് വോളിയം ഓഫ് എ ക്യൂബോയിഡ് ആണ്. വോളിയം ഓഫ് ക്യൂബോയിഡ് L into B into H ആണ്. ലെങ്ത് into ബ്രെഡ്ത്ത് into ഹൈറ്റ് ആണ് L into B into H എന്ന് പറയുന്നത്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞ് വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് L ക്യൂബ് ആണ്. L into L, ലെങ്ത് into ലെങ്ത്, അതാണ് വോളിയം ഓഫ് ക്യൂബ് എന്ന് പറയുന്നത്. പിന്നെ വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. പൈ അറിയാം, പൈ ഇട്ട് കൊടുക്കുക. പിന്നെ ആർ സ്ക്വയർ റേഡിയസിന്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ഇട്ട് കൊടുക്കുക. ഇനി വോളിയത്തിന്റെ കേസ് കഴിഞ്ഞു. ഇനി പെരിമീറ്ററിന്റെ കാര്യം പറയാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ റീജിയനെ കുറിച്ചിട്ടാണ് നമ്മൾ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ വോളിയം ടോട്ടൽ സ്പേസിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. അത്ര നമ്മൾ ഓർത്തിരിക്കുക. ഇനി ഏരിയയുടെ കാര്യം എടുക്കുമ്പോൾ അത് പോളിഗൺസിൽ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതാൻ പറ്റും. പിന്നെ സ്ക്വയർ ആകുമ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് എഴുതാൻ പറ്റും. ട്രയാങ്കിൾ ആണെങ്കിൽ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാൻ പറ്റും. പാരലലോഗ്രാം ആണെങ്കിൽ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാൻ പറ്റും. സർക്കിൾ ആണെങ്കിൽ പൈ ഇൻറ്റു റേഡിയസ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കൊണ്ടാണ് ഞാൻ അധികം ഡെഫിനേഷൻ തരാത്തത്. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ട് ഇരുത്താൻ മതിയാകും. നമ്മൾ ഇത് ഫോർമുലാസ് എഴുതി വെച്ച് ബൈ ഹാർട്ട് ആക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാൻ എഴുതാൻ മതി. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെരിമീറ്റർ റെക്റ്റാങ്കിളിൻ്റെ 2 into ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് 4 into സൈഡ് ആണ്. ട്രയാങ്കിൾ A plus B plus C ആണ്. 3 സൈഡിനെയാണ് A plus B plus C എന്ന് പറയുന്നത്. ഈ പാരലലോഗ്രാം ആണെങ്കിൽ 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. സർക്കിൾ ആണെങ്കിൽ 2 പൈ ഇൻറ്റു റേഡിയസ് ആണ്. ഏരിയ ഓഫ് എ ട്രപ്പീസിയം എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ്. ഏരിയ ഓഫ് എ റോംബസ് എന്ന് പറയുന്നത് ഹാഫ് D1 ഇൻറ്റു B2 ആണ്. ഏരിയ ഓഫ് എ പോളിഗൺ, ഏരിയ ഓഫ് എ 4 ട്രയാങ്കിൾ. ഒരു പോളിഗണിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഏരിയ ഓഫ് 4 ട്രയാങ്കിൾ ചെയ്താൽ മതിയാവും. ഇനി സർഫസ് ഏരിയയുടെ കാര്യം നോക്കാം. സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറയുന്നത് 2 into LB plus DH plus LH ആണ്. സിലിണ്ടർ എന്ന് പറയുന്നത് 2 pi r plus h ആണ്. അപ്പോൾ ഇത്രയും ഫോർമുല എല്ലാവരും ബൈ ഹാർട്ട് ആക്കി പഠിച്ചു വെക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു നോട്ട്, ചെറിയൊരു നോട്ട് പോലെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക നിങ്ങൾ ഈ ഫോർമുലാസ് ഒക്കെ. എന്നിട്ട് മാത്രം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യാനിരിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ദി പാരലൽ സൈഡ്സ് ഓഫ് എ ട്രപ്പീസിയം മെഷർ 12 cm ആൻഡ് 20 cm. കാൽക്കുലേറ്റ് ഇറ്റ്സ് ഏരിയ ഇഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാരലൽ ലൈൻ ഈസ് 15 cm. ഏരിയ കാണാനാണ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത് ട്രപ്പേസി ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഏരിയ ഓഫ് എ ട്രപ്പേസി ആണ് കാണുന്നത്. ഏരിയ ഓഫ് എ ട്രപ്പേസി എന്ന് പറഞ്ഞിട്ട് ഹാഫ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പെരിമീറ്റർ parallel sides into sum of parallel sides. ഈ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഹാഫ് ഇട്ട് കൊടുക്കുക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് 15 ആണ്, അത് ഇട്ട് കൊടുത്തു. ഇൻറ്റു ഈ 12ഉം പ്ലസ് 20 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹാഫ് ഇൻറ്റു ദാറ്റ് ഈസ് 15 into 32 എന്ന് കിട്ടും. നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഈസ് 15 into 16 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 214 cm നമുക്ക് കിട്ടും. നമുക്ക് ആ പ്രോബ്ലം നോക്കി. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, സെക്കൻഡ് ഒരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ഓഫ് ദി ക്യൂബോയിഡ് വിച്ച് ഹാസ് എ ബേസ് ഏരിയ ഓഫ് 118 cm ആൻഡ് വോളിയം ഈസ് 900 cm3. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ വോളിയം, ഒരു ക്യൂബോയിഡിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചായിരുന്നു. അതിലെല്ലാവരും എടുത്ത് നോക്കാം. വോളിയം ഓഫ് എ ക്യൂബോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബേസ് തന്നിരിക്കുന്നത് വോളിയം തന്നിരിക്കുകയാണ് നമ്മൾക്ക് 900 ആയിട്ട് തന്നിരിക്കുക. 900 ഈക്വൽ ടു, പിന്നെ നമുക്ക് ഏരിയ തന്നിരിക്കുന്നത് 118 ആണ്. അപ്പോൾ 118 ഇൻറ്റു ഹൈറ്റ് ചെയ്യാം. അപ്പോൾ ഈ 118 ഇങ്ങോട്ട് എടുക്കാമല്ലോ. അപ്പോൾ ഈ 118 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ ആവും. അപ്പോൾ 900 divided by 118 is equal to height ആണെന്ന് കിട്ടി. 900 divided by 118 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് 5 കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ തേർഡ് പ്രോബ്ലം ആണ്. തേർഡ് പ്രോബ്ലം എന്ന് പറയുന്നത് എ സ്ക്വയർ ആൻഡ് rectangle have the same perimeter. Calculate the area of the rectangle if the side of the square is 60 cm and the length of the rectangle is 18 cm. അപ്പോൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. നമുക്ക് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആദ്യം തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4 into സൈഡ് ആണ്. നമ്മൾ പഠിച്ചു, ഇക്വേഷനിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് 60 ആണ് സൈഡിന്. അപ്പോൾ 4 into 16 is equal to 214 cm നമുക്ക് കിട്ടി. ഇനി നമ്മൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ, അത് 2 into ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ P into rectangle is equal to 2 into
ലെങ്ത് എന്ന് പറയുന്നത് 18 പ്ലസ് ഈ ബ്രെഡ്ത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 × 18 160 എന്ന് കിട്ടി. 160 പ്ലസ് 2 × ബ്രെഡ്ത്ത് എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ 116 പ്ലസ് 2 × ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താ 214 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 × ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 214 ഇത് ഈ 116 ഇങ്ങോട്ട് പോകുമ്പോൾ 240 - 16 ആവും. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 18 ആവും. 18/2 × ബ്രെഡ്ത്ത് ആണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെഡ്ത്ത് 18/2 ആവും. ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അപ്പോൾ 18/2 14 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഏരിയ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ബ്രെഡ്ത്തും ആ ലെങ്ത്തും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് 18 × 14 ദാറ്റ്സ് ഈക്വൽ ടു 3200 സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദി ലോൺ മോവർ ടേക്സ് 750 complete revolutions to cut grass on a field. Calculate the area of the field if the diameter of the lawn mower is 84 cm and the length is 1 meter. അപ്പോൾ നമുക്ക് ഇതിൽ എന്താ കണ്ടെത്താനുള്ളത്? ഇതെന്തോരം ഗ്രാസ് ഇത് ചെയ്യുമെന്നാണ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത്. കാൽക്കുലേറ്റ് ദി ഏരിയ. ഇതിനകത്ത് ഏരിയ ആണ് മൊത്തത്തിൽ. അപ്പോൾ ഗ്രാസ് എന്തോരം ഇതാവുന്നുണ്ട് എന്ന് നോക്കാനുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ലെങ്ത് ഓഫ് എ ലോൺ മോവർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണെന്ന്. അത് നമ്മളെടുത്ത് എഴുതാം. പിന്നെ ഇറ്റ് സർക്യൂംഫറൻസ് എന്ന് പറയുന്നത് π × d is equal to 22/7 × 84 ആണ്. അത് നമുക്ക് 264 എന്ന് കിട്ടും. പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് ഈ 264 × നമ്മൾക്ക് തന്നിട്ടുള്ള 750 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 1,98,000 സെൻറ്റിമീറ്ററിന് കിട്ടും. വിഡ്ത്ത് ഓഫ് ദി ഫീൽഡ് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കുക. ലെങ്ത് ഓഫ് ദി ലോൺ മോവർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഏരിയ ഓഫ് ദി ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനോട് ×100 ചെയ്താൽ, ഈ ഇക്വേഷൻ അല്ല ഈ ആൻസറിനോട് ×100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 1.98 crore എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ നമുക്ക് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,918 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ദി ഏരിയ ഓഫ് എ റോംബസ് ഈസ് 16 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് ദി ലെങ്ത് ഓഫ് one of its diagonal is 4 സെൻറ്റിമീറ്റർ. കാൽക്കുലേറ്റ് ദി അതർ ഡയഗണൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതർ ഡയഗണൽസിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കാറുള്ളത്. അപ്പോൾ ഏരിയ ഓഫ് എ റോംബസ് എന്ന് പറയുന്നത് ½ × d1 × d2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഏരിയ നമുക്ക് 16 തന്നിട്ടുണ്ട്. 16 is equal to ½ × 4 × d2 എന്നിട്ട് 16 equal to ½ × 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 4d2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. കാരണം 16 equal to 4d2 ഡിവൈഡഡ് ബൈ ഈ 2 എടുത്ത് എഴുതാം. അപ്പോൾ 16 equal to ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഈ 2 ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ 32 ആയി. 32 is equal to 4d2 എന്ന് കിട്ടി. d2 ആണെങ്കിൽ അങ്ങനെ 32/4 എന്ന് കിട്ടി. 8 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ 5 പ്രോബ്ലംസ് ആണ് എടുത്തത്. 5 പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇനി വരും ക്ലാസ്സുകളിൽ ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കാണിക്കും. നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇടാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ 1 to 12 വരെയുള്ള എന്ത് ഡൗട്ടും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് മീഡിയം CBSE എല്ലാം ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.